നമസ്കാരം. തെഹ്റാനിൽ മിസൈൽ ആക്രമണം നടത്തി വാഷിംഗ്ടൺ. US സൈനിക താവളങ്ങളിൽ ഇറാന്റെ ബോംബ് വർഷം. US ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ ആയത്തുള്ള അലി ഖമേനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ എന്ന് പറയപ്പെടുന്നത് വീണ്ടും ശക്തമാകുന്നുവെന്നും അതിന്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ഇറാനിൽ നിന്ന് ലഭിക്കുന്നതെന്ന്. അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്ന് ഇറാൻ ഭരണകൂടം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം നടത്തുവാൻ, ടെഹ്റാൻ ആക്രമിക്കാൻ വാഷിംഗ്ടൺ തീരുമാനിച്ചാൽ കൃത്യമായിട്ട് തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്ക തങ്ങൾക്കെതിരെ ബലപ്രയോഗം നടത്തിയാൽ ഇറാൻ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും മാത്രമല്ല ടെഹ്റാനിൽ മിസൈൽ ആക്രമണം നടത്തുവാനുള്ള വാഷിംഗ്ടന്റെ തീരുമാനത്തെ വളരെ കൃത്യമായിട്ട് US സൈനിക താവളങ്ങളിൽ തിരിച്ച് ഇറാന്റെ ബോംബ് വർഷം ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അമേരിക്ക തങ്ങൾക്കെതിരെ ബലപ്രയോഗം നടത്തുകയോ അല്ലെങ്കിൽ ആക്രമണം നടത്തുകയോ ചെയ്യാൻ തുനിഞ്ഞാൽ ഇറാൻ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തുമെന്ന് തന്നെ സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനിടെയാണ് ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ലോകരാജ്യങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മ്യൂണിക്കില്, ലോസ് ഏഞ്ചലസിലെ, ടൊറാൻഡോ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നത്. ടെല്ലവീവ്, ലിസ്ബൺ, സിഡ്നി, ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു. മ്യൂണിക്കിൽ ഇറാനിൽ നിന്ന് നാട് കടത്തപ്പെട്ട കിരീടാവകാശി റസ പഹൽവിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അഴിമതി നിറഞ്ഞ, അടിച്ചമർത്തുന്ന, കുട്ടികളെ കൊല്ലുന്ന ഭരണകൂടത്തിന് വിപരീതമായിട്ട് ഇറാനിൽ നമ്മൾ എത്ര മഹത്തായ ഒരു രാഷ്ട്രമാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് പഹൽവി ഈ പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോസ് ആഞ്ചലസിൽ പഹൽവിയുടെ മകൾ നൂർ പഹൽവി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സേനാഭ്യാസം ശക്തമാക്കുകയാണ് ഈ സമയത്തിന് US സെൻട്രൽ കമാൻഡ്, US പടക്കപ്പൽ എബ്രഹാം ലിങ്കൺ. ആ എബ്രഹാം ലിങ്കണിൽ നിന്ന് EA-18G ഗ്ലോബ്ലോസ് ഇലക്ട്രോണിക് അറ്റാക്ക് വിമാനങ്ങൾ, മാത്രമല്ല F-35C ലൈറ്റ്നിങ് പോർ വിമാനങ്ങൾ ഇവയൊക്കെ പറന്നുയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇറാന് നേരെ. അപ്പോൾ ഈ ഇറാന് നേരെയുള്ള ബോംബ് വർഷം നടത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള ആക്രമണങ്ങൾ ടെഹ്റാനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശത്രു റഡാറുകളെ കണ്ടെത്തി തകർക്കുവാനും വ്യോമ ആക്രമണങ്ങൾക്കും ഉള്ള സംവിധാനങ്ങൾ അടക്കം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂർ നീളുന്ന ദൗത്യങ്ങൾ എന്ന് സെൻട്രൽ കമാൻഡിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. പടക്കപ്പലുകൾ തങ്ങളുടെ പ്രതിരോധ പരിധിയിലെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അവകാശവാദം. അതായത് US-ന്റെ പടക്കപ്പലുകളെ വരെ വളരെ കൃത്യമായിട്ട് അവരുടെ പ്രതിരോധ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഇറാന് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ജനുവരിയിൽ വെനിസ്വേലയുടെ പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡൂറോയെ പിടികൂടുമ്പോഴേ കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയപ്പോഴൊക്കെ, അല്ലെങ്കിൽ നടത്തിയതിനേക്കാളൊക്കെ സമഗ്രമായിട്ടുള്ള തയ്യാറെടുപ്പാണ് നിലവിൽ അമേരിക്ക നടത്തുന്നത് എന്നാണ് സൂചന. കാരണം ജനുവരിയിൽ വെനിസ്വേലയെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതായത് പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളസ് മഡൂറോയെ പിടികൂടുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ തടവിലാക്കുന്നു. അതിനു മുൻപ് 2025 ജൂണിൽ ഇതേപോലെ ഇറാനെതിരെ ഒരു ആക്രമണം, 12 ദിവസത്തെ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിനും പക്ഷേ കൃത്യമായിട്ട് തകർക്കാൻ കഴിഞ്ഞില്ല ഇറാനെ. ഇറാൻ പ്രതിരോധം തീർത്തിരുന്നു, മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാളേറെ സമഗ്രമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് പക്ഷേ ഇപ്പോൾ നടത്തുന്നത്. ഇറാനെതിരെ ആക്രമിക്കുവാൻ വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാണ് വാഷിംഗ്ടൺ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആ മേഖലയിൽ US-ന് ഉപയോഗിക്കാൻ കഴിയുന്ന 8 വ്യോമതാവളങ്ങൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു വശത്ത് സൈനിക സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും മറുവശത്ത് ചർച്ചകളുടെ സാധ്യതകൾ തേടുകയാണ് ട്രംപ്. ജനുവരിയിൽ ഇന്ന് ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ ആ ചർച്ചയിൽ എന്തെങ്കിലും ഉരുത്തിരിയുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിലുമാണ്. ഇറാന്റെ ആണവ പദ്ധതിയിലെ നിയന്ത്രണങ്ങളും US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കലും ഒക്കെ ചർച്ച ചെയ്യാൻ US ഇറാൻ അധികൃതർ ഇന്ന് സ്വിറ്റ്സർലൻഡിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനിടെയാണ് ഇറാൻ US ആണവ ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഖാച്ചി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യ മന്ത്രിക്കൊപ്പം ഇറാന്റെ ആണവ വിദഗ്ധരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം ഘട്ട ആണവ ചർച്ചകൾക്ക് തൊട്ടു മുമ്പാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായിട്ട് ഇറാൻ നേരത്തെ തന്നെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു. പുതിയ കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്ന ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവായേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇറാന്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലിക്കൊണ്ട് ചർച്ചകൾ ഇപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന ഒരു നിലയിലാണ്. ആണവ നിയന്ത്രണങ്ങൾക്ക് പകരമായിട്ട് ഉപരോധങ്ങൾ നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ഇറാന്റെ മിസൈൽ പദ്ധതികളെ കൂടി ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ജൂണിൽ
ഇസ്രായേൽ US ആക്രമണത്തിൽ തകർന്ന ആണവ നിലയങ്ങളിൽ ഉൾപ്പെടെ പരിശോധനകൾ പുനരാരംഭിക്കുവാൻ IAEA അനുമതി തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ല എന്നും ആക്രമണങ്ങളിൽ ഏജൻസി നിലപാട് വ്യക്തമാക്കണമെന്നുമാണ് ഇറാന്റെ മറുപടി. എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട്, അതായത് ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു, മറ്റൊരു വശത്ത് USS ഇബ്രാഹാം ലിങ്കനിൽ നിന്ന് കുതിച്ചുയരുന്ന മിസൈലുകൾ ടെഹ്റാനെ ലക്ഷ്യമാക്കി പായുന്നു. ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്ന യുദ്ധത്തിന്റെ സാധ്യതകളാണ്. എന്നാൽ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ടെഹ്റാനിൽ മിസൈൽ ആക്രമണം നടത്തി വാഷിംഗ്ടൺ മുന്നേറുമ്പോൾ US സൈനിക താവളങ്ങളിൽ ഇറാന്റെ ബോംബ് വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് ഇറാൻ തന്നെ സൂചിപ്പിക്കുമ്പോൾ, ഒരു വലിയ യുദ്ധത്തെ, അല്ലെങ്കിൽ ഇന്നോളം അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണത്തിനാണ് കോപ്പ് കൂട്ടിയിരിക്കുന്നത് അമേരിക്ക. അതുപോലെ തന്നെയാണ് അമേരിക്കക്കെതിരെ ഏത് വിധേനയും ഇറാന്റെ പ്രതിരോധം എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പോലും തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വലിയ പ്രതിരോധങ്ങൾ, പ്രാദേശിക ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് മിസൈൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ചർച്ചകൾക്കും വലിയ ഗുണമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ജനീവയിൽ നടക്കുന്ന ഇന്നത്തെ 2ാം ഘട്ട ആണവായുധ ചർച്ചകൾക്ക് വളരെ കൃത്യമായുള്ള ഉത്തരം ഇപ്പോൾ തന്നെ ഇറാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആണവായുധങ്ങളോ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ പൂർണ്ണമായിട്ടും നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല എന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ടും നിർത്തലാക്കണമെന്നുള്ള അമേരിക്കയുടെയും ട്രംപിന്റെയും വാദത്തോടും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോടും യോജിക്കുവാൻ ഒട്ടും തയ്യാറല്ല ഇറാൻ. അതിനർത്ഥം അടിക്കുന്നെങ്കിൽ നിങ്ങൾ അടിക്കൂ, തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സൂചനയാണ് ആയത്തുള്ള ഖമേനി മുന്നോട്ട് വയ്ക്കുന്നത്.